ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനമായി ഫെബ്രുവരി 28 തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? 1928 ഫെബ്രുവരി 28 CV രാമൻ പ്രഭാവം കണ്ടെത്തിയത്. ഇന്ത്യയിൽ ഏതു വർഷം മുതലാണ് ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിച്ചു തുടങ്ങിയത്? 1987. CV രാമന്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രാമൻ പ്രഭാവം. രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം? 1928 ഫെബ്രുവരി 28. രാമൻ ഇഫക്റ്റ് കണ്ടുപിടുത്തത്തിൽ CV രാമന്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചതാര്? KS കൃഷ്ണൻ. രാമൻ പ്രഭാവം എന്തിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്? പ്രകാശത്തിന്റെ വിസരണം. CV രാമന്റെ മുഴുവൻ പേര്? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. CV രാമൻ ജനിച്ച വർഷം? 1888 നവംബർ 7. CV രാമൻ ജനിച്ചത് എവിടെയാണ്? തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം? 1930. CV രാമന് ഏത് വിഷയത്തിലാണ് നോബൽ പുരസ്കാരം ലഭിച്ചത്? ഭൗതികശാസ്ത്രം. CV രാമനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം? രാമൻ പ്രഭാവം. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ? CV രാമൻ. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? CV രാമൻ. CV രാമന് ഭാരതരത്നം ലഭിച്ച വർഷം? 1954. CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരു. CV രാമൻ അന്തരിച്ചത്? 1970 നവംബർ 21. CV രാമന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് എവിടെയാണ്? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. 2026 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ
ഔദ്യോഗിക പ്രമേയം എന്താണ്? വികസിത് ഭാരതത്തിനായി ശാസ്ത്രത്തിലെ വനിതകൾ. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ്. ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആര്? ടെസ്സി തോമസ്. ഇന്ത്യയുടെ റോക്കറ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? കെ ശിവൻ. ISRO സ്ഥാപിതമായ വർഷം? 1969. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ? അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്ര ദൗത്യത്തിന്റെ പേരെന്ത്? ഗഗൻയാൻ. ബഹിരാകാശത്തേക്ക് അയക്കാൻ ISRO വികസിപ്പിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്ത്? വ്യോമിത്ര. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? GSLV Mark 3. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ തൊട്ട സ്ഥലത്തിന്റെ പേര് എന്ത്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലാൻഡറിന്റെയും റോവറിന്റെയും പേരുകൾ എന്തെല്ലാമാണ്? ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. AI അഥവാ കൃത്രിമ ബുദ്ധിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ജോൺ മെക്കാർത്തി. ചന്ദ്രനിൽ നിന്ന് മണ്ണും കല്ലും ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ അടുത്ത ചന്ദ്രദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 4. ലോക ശാസ്ത്ര ദിനം എന്ന്? നവംബർ 10.
വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സയൻസ് പാർക്ക് സ്ഥാപിതമായത് എവിടെ? തിരുവനന്തപുരം.